ധൈര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ല എല്ലാം ചെയ്യുന്നത്. പണ്ട് സിനിമ പോലും ഇവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ല 80s ഇവർ ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം പൊട്ടി, വാ അടുത്തത് നോക്കാം, അത്രയേ ഉള്ളൂ. ഡിപ്രഷനൊന്നും ഇല്ല ഇവരുടെ ഡിക്ഷണറിയിൽ. പഴയൊരു സൂപ്പർ ഹിറ്റ് പ്രൊഡ്യൂസറെ പിന്നീട് ഞാനൊരു സ്ഥാപനത്തിൽ ക്യാഷ്യറായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് വിശാൽ. നമുക്ക് സങ്കടം തോന്നും. വേറൊരു സ്റ്റേറ്റിൽ വിശാൽ പോയി നോക്ക്, അവരുടെ സ്റ്റേറ്റിലുള്ള മ്യൂസിക് മാത്രമേ കേൾക്കുള്ളൂ, അവരുടെ സ്റ്റേറ്റിലുള്ള പടങ്ങൾ മാത്രമേ അവർ കൺസ്യൂം ചെയ്യുള്ളൂ. ഞാൻ കോളേജ് പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് ഒരുത്തം പറഞ്ഞാൽ, മച്ചാ ഷാറുഖ് ഖാൻ പടം ഒന്ന് റിലീസായിരിക്കട. അപ്പോൾ ഏത് പടമാണ്? കൽ ഓന ഓ. നമ്മുടെ സൂപ്പർ ഹിറ്റായ പല പടങ്ങളും ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പടങ്ങളടക്കം കുറച്ച് നാൾ കഴിയുമ്പോൾ ആൾക്കാർ സംസാരിക്കില്ല. തങ്കത്തിനെ പറ്റി ആൾക്കാർ സംസാരിക്കും. ഹായ് വിശാൽ. എനിക്ക് ഫസ്റ്റ് തന്നെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്നിട്ട് ഇതിപ്പോ എന്താ പറയാ, ഇത് വിനീതേട്ടനൊരു ഓൾമോസ്റ്റ് 15-20 years തൊട്ടുള്ള ഒരു ഐഡിയ അല്ലേ ഈ സിനിമയുടെ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡ്രീം ആയിട്ട് ആ സമയത്ത് തന്നെ തോന്നിയ ഒരു തോട്ട് അല്ലേ? എനിക്ക് 2006 ഞാൻ കോളേജ് പാസ് ഔട്ട് ചെയ്യുന്ന 18 years ആയിട്ട് ഇതിൻ്റെ ഒരു ഐഡിയ ആ സമയം തൊട്ടുണ്ട്. പിന്നെ ഇത് എവിടെ അങ്ങനെ വർക്ക് ചെയ്ത് വെക്കുകയോ, അല്ലെങ്കിൽ ഞാൻ സാധാരണ വോയിസ് നോട്ട്സ് ഒക്കെ ഇടും. ഈ ഒരു കഥ മാത്രം അങ്ങനെ വോയിസ് നോട്ട്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇതിങ്ങനെ മനസ്സ് കൊണ്ട് നടക്കും. അപ്പോൾ എനിക്ക് പക്ഷേ ഇത് ചെയ്യാൻ ധൈര്യമില്ലായിരുന്നു ഫോർ ദ ലോങ്ങസ്റ്റ് ടൈം. എൻ്റെ ഫസ്റ്റ് ഫിലിമിന് മുമ്പേ ഈ കഥ എനിക്കുണ്ട്. അപ്പോൾ 70s മദ്രാസ് അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ജീവിച്ചിട്ടില്ലാത്തൊരു ടൈമാണ്. കൈവച്ച് കഴിഞ്ഞാൽ ഒത്തൻറ്റിക് അല്ലെങ്കിൽ പാളിപ്പോവും. പിന്നെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അത്രയും ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ചുകൊണ്ടൊരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുമെന്ന് അന്ന് കോൺഫിഡൻസ് ഇല്ല. പിന്നെ നമ്മൾ മലർവാടി ചെയ്തു. മലർവാടിനേക്കാളും അതെ വേ ബാക്ക്. അപ്പം മലർവാടി കഴിഞ്ഞു, തട്ടം കഴിഞ്ഞു, എല്ലാം സിമ്പിൾ ഫിലിംസ് ആണല്ലോ. തിര എൻ്റെ കസിൻ ബ്രദറാണ് എഴുതിയത്. ജേക്കബിൻ്റെ സ്വർഗരാജ്യമാണെങ്കിലും അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. പക്ഷേ ഹൃദയം എത്തിയപ്പോഴേക്കും കുറേ ക്യാരക്ടേഴ്സും ഇങ്ങനെ ഒരു ക്യാരക്ടർ ഒരു സമയം തൊട്ട് മറ്റേ സമയം വരെ ട്രാവൽ ചെയ്തു പോകുന്നൊരു ജേണിയൊക്കെ വർക്ക് ചെയ്തു. ആ ജേണിയുടെ ഇടയിൽ നമ്മൾ ഇടയ്ക്ക് ഡീവിയേറ്റ് ചെയ്ത് വേറൊരു സ്റ്റോറിയിലേക്ക് പോയി, വേറൊരു സബ് ക്യാരക്ടറിലേക്ക് പോയി. ആ ക്യാരക്ടറിനെ കുറച്ച് നേരം ഫോക്കസ് ചെയ്ത് തിരിച്ച് ഇയാളുടെ ജേണിയിലേക്ക് വന്ന് പോകുന്ന പോലെയൊക്കെ ഇല്ലാണ്ട് അത് അങ്ങനെ ആൾക്കാരുടെ ഒരു അറ്റൻഷൻ പോവാണ്ട് അതിങ്ങനെ കൊണ്ടുപോകാൻ പറ്റി. അപ്പോൾ തിയേറ്ററിക്കലി ഹൃദയം വർക്കായപ്പോഴാണ് എനിക്ക് ഓക്കെ ഇങ്ങനൊരു സിനിമ ഇനി ആലോചിച്ച് നോക്കാം എന്നുള്ളൊരു. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും കൊല്ലം നമ്മൾ സിനിമ ഉണ്ടാക്കുന്നതിന് മുമ്പ് തൊട്ടേ ഉണ്ടായ ഡ്രീം പോലത്തെ ഒരു ഐഡിയ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്ടർ ആവണമെന്ന് തന്നെ ഒരു കോൺഫിഡൻസ് തരുന്ന ടൈപ്പ് ഒരു ഡ്രീം ഐഡിയ ഫൈനലി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു റിലീഫ് അല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഫീലിംഗ്? ഒരു ലൈഫിൽ ഒരു വലിയൊരു ചാപ്റ്റർ തീർന്ന പോലത്തെ ഒരു ഫീലിംഗ് അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനെ കുറേ ഐഡിയാസ് ഉണ്ട്. ഞാൻ ചിലതൊക്കെ വിശാഖിനോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ഒരു ഫുൾ US കറങ്ങിയിട്ട് ഷൂട്ട് ചെയ്യേണ്ട ഒരു സിനിമയുണ്ട്. അതൊക്കെ ഞാൻ അല്ല ഇപ്പൊ എൻ്റെ അടുത്ത് നമ്മുടെ ലാസ്റ്റ് മൂവി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരു ത്രെഡ് പറഞ്ഞിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സബ്ജക്ട്, അതാരും പെട്ടെന്ന് തോട്ട് പോവാത്തതാണ്. അപ്പം അങ്ങനെ 2-3 സബ്ജക്ട് കയ്യിലുണ്ട്. ഞാൻ ആക്ച്വലി അതാണ് ആദ്യം വർക്ക് ചെയ്യാന്ന് വിചാരിച്ചത്. പക്ഷെ ഒരു മൊമെന്റിൽ ഭയങ്കരമായിട്ട് ഈ സബ്ജക്റ്റിന്റെ ഐഡിയാസ് വരാൻ തുടങ്ങി. ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല, ഞാൻ അത് വർക്ക് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ട് എനിക്ക് ഇതിന്റെ സാധനങ്ങളാണ് തലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നമുക്കിത് ഒന്ന് നോക്കിയാലോ. ഇത് വിശാഖിന്റെ കല്യാണത്തിന്റെ തലേ ദിവസം വന്ന ഐഡിയാസ് ഒക്കെ ഞാൻ വിശാഖിന്റെ അടുത്ത് അന്ന് തന്നെ ആ സമയത്ത് November 3 2 ഞാൻ ഒന്ന് വിനീതിനെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയതാ. ഒരു 5:30 എന്താ തുടങ്ങിയത്. ഞാനൊരു 9:30-10 മണി വരെ ആയിട്ടും ഇരുന്നു. പിന്നെ അമ്മയെ സമയമായല്ലോ എന്ന് പറഞ്ഞിട്ട് എവിടെയാണെന്ന് ഡ്രസ്സെല്ലാം എടുക്കാൻ ഒന്ന് ഫിറ്റിംഗ് എല്ലാം വേണ്ടി പോയത്. അത്രയും ഇൻവോൾവ് ആയിരുന്നു ഞങ്ങള് വർഷങ്ങൾക്ക് ശേഷത്തിന്റെ പ്രോസസ്സിൽ. അല്ല പക്ഷേ ഈ സിനിമയിൽ യു ഓൾസോ ഡൺ എ സ്മോൾ റോൾ, റൈറ്റ്? അപ്പൊ അതിന്റെ സ്മോൾ റോൾ just one second അല്ല, ഒരു ചെറിയ മോണ്ടാജാ. ഓക്കേ, പക്ഷേ യു സീൻ ഹിം ഡയറക്റ്റ് ഒരു 100 days at least കണ്ടിട്ടുണ്ടാവില്ലേ സെറ്റിലൊക്കെ? ഞാൻ ഫസ്റ്റ് ദിവസം തൊട്ട് ലാസ്റ്റ് ദിവസം കഴിഞ്ഞ 2 പടത്തിലുണ്ടായിരുന്നു. അപ്പൊ മോർ ദാൻ 100 days ടുഗദർ. യെസ്. അപ്പൊ എനിക്കാണ് ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഇന്റർവ്യൂവിൽ തന്നെ വിനീതേട്ടൻ പറഞ്ഞൊരു കാര്യം അല്ലെ, പ്രണവിന്റെ അങ്കിൾ അല്ല, പ്രണവിനെ അല്ലാണ്ട് അറിയുന്ന ആൾക്കാർ വരെ ഇത് ശരിക്കും വീട്ടിലൊക്കെ പെരുമാറുന്ന പോലത്തെ ഒരു ബിഹേവിയർ ഈ സിനിമയിൽ കിട്ടി. അതെങ്ങനെയാണ് വിനീതേട്ടൻ ചെയ്യണമെന്ന് എന്തെങ്കിലും ഒരു ഒബ്സർവേഷൻ ഉണ്ടോ?
അപ്പുമായിട്ടൊരു ബോണ്ടിങ് ഉണ്ട് വിനീതന്. ഇപ്പൊ നമ്മള് മുമ്പത്തെ സിനിമയായിരുന്നെങ്കിൽ ഇവർക്ക് അത്രയ്ക്ക് ഒരു കണക്ഷൻ ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഹൃദയത്തില് ചെയ്യുന്ന മുമ്പ് അപ്പം ചെയ്യുന്ന സമയത്ത് ഇവർ നമ്മൾ റാപ്പോ വന്നു. വർഷങ്ങൾക്ക് ശേഷം എന്താന്ന് വെച്ചാൽ ഇവർ തമ്മിൽ സംസാരിക്കേണ്ടി വന്നില്ല. ഐ ടു ഐ കോൺടാക്ട്സും വിനീത് എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പുവിനും അറിയാം, അപ്പു എന്താ ചെയ്യാൻ പോണെന്ന് വിനീതിനും അറിയാം. സോ ആ ഇക്വേഷൻ ഭയങ്കരമായിട്ട് മാറിയ ഒരു പ്രോസസ് ഞാൻ കണ്ടു ഈ ലാസ്റ്റ് 2 പടത്തില്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇറ്റ്സ് റിസൾട്ടിങ് ഇൻ ദ മൂവി ഓൾസോ. പക്ഷെ എങ്ങനെയാണ് ഈ 46 ഡേയ്സിൽ ഒരു പീരിയഡ് ഫിലിം തീർത്തത്? ഇവിടെ നമ്മൾ ജനറലി കേൾക്കുന്ന പീരിയഡ് ഫിലിം എന്ന് പറയുമ്പോൾ തന്നെ അല്ല, ഇറ്റ് ടേക്സ് ഇയേഴ്സ്, ഇറ്റ് ടേക്സ് സോ മച്ച് മണി ആൻഡ് ടൈം. 46 ആണ് ചാർട്ട് ചെയ്തത്. ഇതാ നമ്മുടെ അസോസിയേറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്, അബേ അവിടെ ഇരിക്കുന്നുണ്ട്. അബേ ആദ്യം ചാർട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു 60 ഡേയ്സിന്റെ മുകളിൽ ഉണ്ടായിരുന്നില്ല, 65 ഉണ്ടായിരുന്നു. പിന്നെ അത് അബയ് എന്നെ കുറച്ച് കൊണ്ടുവന്നു. നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഫോണിൽ സംസാരിക്കും, ഇത് ഇച്ചിരിയും കൂടെ കുറയ്ക്കാൻ പറ്റുമോ. പിന്നെ എനിക്ക് തോന്നുന്നു സേഫ്റ്റി സൈഡ് അബയ് കുറച്ച് ഡേയ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒത്തുവന്ന് 46-ലെത്തി. 46-ലെത്തി കഴിഞ്ഞപ്പോൾ അത്രയും ദിവസം കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സാധനം വന്നു. അല്ല, സ്ട്രെസ്സല്ല, പ്ലാനിങ് ഉണ്ടായിരുന്നു എല്ലാത്തിനും. ഇപ്പോൾ ആർട്ട് ഒരു സൈഡിൽ, എറണാകുളത്ത് ഒരു സെറ്റ്, കോയമ്പത്തൂർ ഒരു സെറ്റ്, പിന്നെ എറണാകുളത്ത് തന്നെ 2 സ്ഥലത്ത്, അരൂർ ഒരു സെറ്റ്, എടപ്പള്ളിയിൽ ഇൻഡോർ ഒരു സെറ്റ്. ഇങ്ങനെ സെറ്റ് വർക്ക് ഒരു പാരലലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം തീർന്ന് ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്യുമ്പോഴേക്കും അടുത്തത് തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഷൂട്ട് ഫിനിഷ് ചെയ്തിട്ട് രാത്രി ഞങ്ങൾ പോയിട്ട് അവിടെ കണ്ട് മാക്സിമം വൈഡ് പോകുന്ന ആംഗിൾ എന്താണെന്നുള്ളത് നോക്കും. എന്നിട്ട് ആ ആംഗിളിന് മുകളിലേക്കുള്ള ഹൈറ്റിൽ വേണ്ടെന്നുള്ളത് രീതിയിൽ തീരുമാനിച്ച് അങ്ങനെ അത് ഇങ്ങനെ കണ്ടിന്യൂ ആയി വാട്സാപ്പിൽ സാധനങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്ന ഇങ്ങനെ കണ്ട് അങ്ങനെ ഒരു ഓട്ടപ്പച്ചലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പ്ലാനിങ് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ദിവസത്തിൽ തീർക്കാൻ പറ്റിയത് 40 ഡേയ്സിൽ. ഇല്ലെങ്കിൽ ഈസിലി ഇത് വേണമെങ്കിൽ ഒരു 100 ദിവസം വേണമെങ്കിൽ ഷൂട്ട് ചെയ്യേണ്ട അത്രയും കോൺഫിഡൻസ് ഉണ്ട്, ഇത്രയും സ്മാർട്ട് വർക്ക്, അത്രയും മെറ്റീരിയൽ ഉണ്ട്. പക്ഷെ പ്ലാനിങ് എന്ന് പറഞ്ഞാലും വേദിയേട്ടാ എത്രത്തോളം നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിലും ആ സീനിന്റെ കാര്യത്തിൽ ചില സീനൊക്കെ ഉണ്ടാവില്ല, സെറ്റിൽ പോകുമ്പോൾ കുറച്ചൊന്ന് കൺഫ്യൂസിങ് ആവാൻ പറ്റുന്ന സീൻസ് ഒക്കെ ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ഒരു കാര്യമുള്ളത് വിശാൽ, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മൾ ആദ്യത്തെ 5 ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള പേസ് ഉണ്ടല്ലോ, അതായിരിക്കും നമ്മുടെ സിനിമയുടെ ഷൂട്ടിൻ്റെ പേസ്. ഫസ്റ്റ് 5 ഡേയ്സ് നമ്മൾ റിലാക്സ് ചെയ്താൽ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ റെസ്റ്റ് ഓഫ് ദ ഫിലിം അങ്ങനെയായിരിക്കും അതിൻ്റെ പേസ് പോവുക. ആദ്യത്തെ 5 ദിവസം നമ്മൾ വെടിയും പുകയും പോലെയാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ പിന്നെ ആൾക്കാർ ആ എനർജി ലെവല് അവർക്ക് അവസാനം വരെ ഉണ്ടാവും. പിന്നെ അത് തട്ടം തൊട്ട് ആക്ച്വലി ജോമോനും ഞാനും കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ആ ശീലം വന്നത്. ഇപ്പം നമ്മൾ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെല്ലുന്നു, എല്ലാവരുമായിട്ടും ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് സീനൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെയാണല്ലോ നമ്മൾ. എന്നിട്ട് ആർട്ടിസ്റ്റൊക്കെ വന്നു റെഡിയായി നമ്മൾ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോന്നു. തട്ടത്തിൽ ഞാനും ജോമോനും കൂടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൽ നിന്ന് ഇറങ്ങിയാൽ ഞങ്ങൾ ആദ്യം പോകുന്നത് ഷൂട്ടിംഗ് സ്പോട്ടിലേക്കാണ്. അപ്പം തന്നെ അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എഴുന്നേറ്റിട്ട് നേരെ ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് വരും. എല്ലാവരും ആ വർക്ക് ചെയ്യേണ്ട ഒരു സ്പിരിറ്റിലേക്ക് വരും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു പതുക്കെ എന്നുള്ള സാധനം ആദ്യം നമ്മൾ കട്ട് ചെയ്തു. അത് മെയിനായിട്ട് തട്ടത്തിൽ അത് കട്ട് ചെയ്യാൻ കാര്യം, ജോമോന് മോർണിംഗ് ലൈറ്റിൽ ഷൂട്ട് ചെയ്യണം, കുറേ സീനുകൾ ഉണ്ടായിരുന്നു. ലവ് സ്റ്റോറിയാണ്, പക്ഷേ ഞങ്ങൾ സമ്മറിലാണ് ഷൂട്ട് ചെയ്യുന്നത് തട്ടം. അപ്പോൾ ജോമോൻ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത്, വിനീത് ഔട്ട്ഡോർ നമുക്ക് മാക്സിമം മോർണിംഗ് ലൈറ്റിൽ ഷൂട്ട് ചെയ്യാം, അപ്പം നമുക്ക് 6:45 പോയാൽ 7:10 നമുക്ക് ഷോട്ട് എടുക്കാം. അപ്പോൾ അവനാണ് ആ കാര്യത്തിലൊക്കെ എന്നെ ഗൈഡ് ചെയ്തത്. അപ്പം നമ്മൾ ചെന്ന ഉടനെ ഷൂട്ടിംഗ് സ്പോട്ടിൽ ചെല്ലും. നമ്മൾ ചെല്ലുമ്പോൾ പിന്നാലെ എല്ലാവരും വരും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റായിട്ട് നടക്കും. അപ്പം നമുക്ക് ആ പേസ് ഉണ്ടെന്ന് കാണുമ്പോൾ എല്ലാവരും, പിന്നെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഐഡൽ ടൈമാണ് ഇഷ്ടമല്ലാത്തത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എസ്പെഷ്യലി കേരളത്തിലുള്ള ടെക്നീഷ്യൻസ്, അവർക്ക് ജോലി ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഈ പടം ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഡിസംബർ 21-22 കൊണ്ട് പടം തീർന്ന എല്ലാവരും ഫാമിലിയുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും ക്രിസ്മസിന് വീട്ടിൽ പോവാം, എനിക്കും പോവാം. അപ്പോൾ അന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ബുക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ എന്തായാലും മാറ്റാൻ പറ്റത്തില്ല. അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു തീർക്കുകയല്ല. പക്ഷെ ജോ ആണ് എനിക്ക് ആ പ്രാക്ടീസ് ഉണ്ടാക്കി തന്നത്, ഹൗ ടു റെസ്പെക്ട് ദ ലൈറ്റ് എന്ന് പറയുന്നത്. ആ ലൈറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻഡോർ പോയി അടുത്തത് ചെയ്യുക. ടോപ്പ് ലൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവുന്ന സീനുകളുണ്ടല്ലോ,
ഇപ്പോൾ ഹൃദയത്തിൽ പറയുകയാണെങ്കിൽ സെൽവയുടെ ഡെത്ത് ഫുൾ നമ്മൾ ടോപ്പ് ലൈറ്റിലാണ് ഷൂട്ട് ചെയ്തത്. അതൊരുമാതിരി തീ പോലെ കിടക്കട്ടെ എന്ന് വെച്ചിട്ട് അതങ്ങനെ തന്നെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതിൽ ധ്യാന് സ്കൂട്ടറിൽ വരുന്നൊരു ഏരിയ ഉണ്ട്. അത് നമുക്ക് മോർണിംഗ് ലൈറ്റിൽ ആ സണ്ണിൻ്റെ ഫസ്റ്റ് സ്ട്രീക്ക് വരുന്നതിന് മുമ്പ് അത് എടുക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരത്തെ പോയിട്ട് അത് ഷൂട്ട് ചെയ്തു. അപ്പം ലൈറ്റ് അനുസരിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ആ രീതിയിൽ പ്ലാൻ ചെയ്താൽ നമുക്ക് കൂടുതൽ വർക്ക്. പിന്നെ ഒരു 11 o'clock മുമ്പ് നമ്മൾ ഒരു 2-2.5 സീനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് നല്ല രീതിയിൽ നമ്മുടെ വർക്ക് തീരും. ആ മോർണിംഗ് ടു 11, അത് ഒരു 7 to 11 എന്ന് പറയുന്നത് ഒരു ഉഗ്രൻ ടൈമാണ്. അവിടെ നമുക്ക് അതിൻ്റെ ഡബിൾ ടൈമിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന വർക്ക് നമുക്ക് തീർക്കാൻ പറ്റും. അത് ഡേ പ്രോഗ്രസ് ചെയ്യുന്നതോളം ആൾക്കാർ ഈ സൺലൈറ്റിൽ നിന്ന് ഫെറ്റീഗ് വന്ന് സ്ലോ ആവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇൻഡോർ കയറി കഴിഞ്ഞാൽ അതിനു മുമ്പ് എക്സ്റ്റീരിയർ തീർത്തിട്ട് ഇൻഡോർ കയറിയാൽ ഓക്കെയാണ്. സിനിമാറ്റോഗ്രാഫി വൈസും ഓക്കെയാണ്. പക്ഷേ ഇപ്പം ജസ്റ്റ് മുമ്പ് പറഞ്ഞ പോലെ തന്നെ എനിക്കൊക്കെ വിനീതേട്ടൻ്റെ ഫിലിംസിലെ ഏറ്റവും ഹിറ്റ് ചെയ്യണ സീൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബയോഗ്രഫിക്കൽ ആയിട്ടുള്ള സീൻസ് ആയിരിക്കും അല്ലേ? വിനീതേട്ടൻ്റെ ഓൾമോസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് വിനീതേട്ടനെ അറിയണ കാര്യങ്ങളോ അല്ലെങ്കിൽ അറിയണ ആൾക്കാരെ പറ്റിയൊക്കെ സിനിമ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഈവൻ ജേക്കബിൻ്റെ എടുത്താലും യു നോ ദം വെരി വെൽ, റൈറ്റ്? അപ്പോൾ അതിൻ്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ്, ആഡഡ് ഒരു ലിവ്ഡ് ഇൻ ഫീൽ വരുമല്ലോ. അപ്പോൾ ഈ സിനിമയിൽ നമുക്കൊക്കെ എത്ര കഥകൾ അറിയാമെന്ന് പറഞ്ഞാലും ഒരു അറിയാത്തൊരു വേൾഡ് അല്ലേ 70s കോടമ്പാക്കം, അതിൻ്റെ സ്റ്റോറീസും ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ. അതെങ്ങനെയാണത് വിനീതേട്ടന് ഉണ്ടാക്കിയെടുക്കണേ ആ ഒരു ഒത്തൻറ്റിസിറ്റി? കുറേ കഥകൾ കേട്ടിട്ടുണ്ട് വിശാൽ. ഇപ്പം എൻ്റെ ചെറുപ്പം തൊട്ടേ ഇപ്പോൾ എൻ്റെ ഫാദർ ഈ സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിൽ പോയിട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് അങ്ങനെ എന്തോ ആണ്. അതായത് അച്ഛൻ്റെ 6 മാസം സീനിയർ ആയിരുന്നു രജനീകാന്ത്. അപ്പോൾ പുള്ളിയുടെ മുകളിലായിരുന്നു ചിരഞ്ജീവി. ഇവരെല്ലാവരും അവിടുന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ ആ പ്രായത്തിൽ അവിടെ പോയപ്പോൾ തൊട്ടുള്ള കഥകൾ ചെറുപ്പം തൊട്ടേ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ സ്റ്റേജ് ഷോസൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇന്നസെൻ്റ് അങ്കിളുമായിട്ടും പിന്നെ വേണു അങ്കിള്, ജഗദീഷ് അങ്കിള്, മുകേഷ് അങ്കിള്, ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള, ഇവർക്ക് എല്ലാവർക്കും പറയാനുള്ള കഥ പഴയ മദിരാശി കഥയാണ്. ഇവരെല്ലാവരും നമ്മളോട് പഴയ കഥകൾ പറയും. നമ്മൾ എവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുമല്ലോ, എന്തെങ്കിലുമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എടാ പണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കഥ, എല്ലാം ഭയങ്കര രസമുള്ള കഥകളായിരിക്കും. അപ്പോൾ ഈ കഥയുടെ ഒക്കെ അറ്റ്മോസ്ഫിയർ കിടക്കുന്നത് മദ്രാസിലായിരിക്കും. സ്ട്രഗിൾ പോലെ ഒന്നല്ല പറയാ, ഫുൾ തമാശയായിട്ടാണ് പറയാ. പക്ഷെ നമുക്കത് അവർ തമാശ പറയുമ്പോഴും നമുക്ക് അതിൻ്റെ സ്ട്രഗിൾ മനസ്സിലാവും. അപ്പം അച്ഛൻ്റെ ഒരു സുഹൃത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് ചോറ് വെച്ചിട്ട് ഇതെന്താ കറിയൊന്നും ഇല്ലെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നല്ല വിശപ്പാണ്, നല്ല കറി കൂട്ടി കുഴച്ച് കഴിച്ചോന്ന്. അപ്പോൾ തമാശയായിട്ടാണ് പറയുന്നത്. ഇതാണ് പിന്നീട് ചായപ്പൊടിയും ചാണകപ്പൊടിയും ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗായിട്ട് മാറുന്നത്. അന്നേ ദാരിദ്ര്യത്തിനെയൊക്കെ ഹ്യൂമറിലാണ് ഇവർ കണ്ടിട്ടുള്ളത്. പക്ഷെ നമുക്ക് അതിൻ്റെ പുറകിൽ ദാരിദ്ര്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഇത് പറയുന്നത് കേൾക്കുമ്പോൾ. അങ്ങനെ ഓവർ ദി ഇയേഴ്സ് കേട്ടിട്ടുള്ള പല സ്ഥലത്തുനിന്ന് പറഞ്ഞിട്ടുള്ള, പിന്നെ മാഗസീൻ ആർട്ടിക്കിൾസ് വരുമല്ലോ പണ്ട്, ചിത്രഭൂമി, നമ്മുടെ വീട്ടിലൊക്കെ എല്ലാ മാഗസീനും വരുമായിരുന്നു. നാനാ, ചിത്രഭൂമി, വെള്ളി നക്ഷത്രം, ഇതിലൊക്കെ ഫുള്ള് ഉണ്ടാക്കിയ കഥകളും ഉള്ള കഥകളും എല്ലാം ഉണ്ടാവും. അപ്പം ഈ വേൾഡിനോടൊരു ഫാസിനേഷൻ പണ്ടേ തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ല, പക്ഷേ ഇതിപ്പോൾ ഒരു സ്ക്രിപ്റ്റായിട്ട് എഴുതുമ്പോൾ ഇപ്പോൾ ഈ ഫോറസ്റ്റ് ഗംപിലൊക്കെ പറയില്ലേ, ലോട്ട് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ആർ ഹാപ്പനിങ്, പക്ഷേ നോട്ട് ഡയറക്ട്ലി ലിങ്ക് ടു ദ ഫിലിം. അതൊക്കെ നടക്കുന്നുണ്ട്, all these events are happening, പക്ഷേ it's not a part of the screenplay. അപ്പോൾ അതുപോലെയാണ് വിനീതേട്ടൻ ഇതിൽ പ്ലാൻ ചെയ്തേക്കണം, അല്ലെങ്കിൽ സ്റ്റോറീസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ഇറ്റ് ഷുഡ് ബി എ പാർട്ട് ഓഫ് ദ റൈറ്റിംഗ്, അങ്ങനെ എന്തെങ്കിലും റൂൾ വെച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഈ 2 കൂട്ടുകാരുടെ കഥ തന്നെയാണ് ആലോചിച്ചിരുന്നത്. ഇതിൻ്റെ ഒരു സീൻ ഓർഡറിലേക്കൊക്കെ കടക്കുമ്പോൾ ഈ 2 കൂട്ടുകാരുടെ കഥയാണ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷേ ആ കഥ പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇവിടുന്നൊക്കെ കേട്ടിട്ടുള്ള സാധനമൊക്കെ കറക്റ്റായിട്ട് വന്ന് അതിനകത്തേക്ക് വരും. ഇപ്പോൾ ഹൃദയം എഴുതുന്ന സമയത്തും തട്ട എഴുതുന്ന സമയത്തൊക്കെ ഇങ്ങനെയായിരുന്നു. തട്ട എഴുതുന്ന സമയത്ത് ഇവൻ മതിൽ ചാടിക്കടന്നിട്ട് ഇവളെ പ്രപ്പോസ് ചെയ്യുന്നതാണ് ആദ്യം എൻ്റെ മൈൻഡിൽ വന്ന് ഞാൻ ഡയലോഗ്സ് എഴുതുന്നത്. ആ സീനായിരുന്നു. അതിൻ്റെ മുമ്പോട്ടും പുറകോട്ടും ആലോചിച്ചാണ് ആ സിനിമ. അതായത് അപ്പോൾ ഇവൻ എന്തിനാ മതിൽ ചാടിയിട്ട് ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുന്ന, ഓക്കെ, അപ്പോൾ ആ വെപ്രാളത്തിൽ അപ്പോൾ മേ ബി അവന് കുറേ നേരം അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അന്ന് രാത്രി തന്നെ പറയണമെന്ന് പറഞ്ഞിട്ട് വന്നായിരിക്കും. അങ്ങനെ കുറേ നേരം ഒരു മുസ്ലിം കുട്ടി, അതും നല്ല പൈസയുള്ള വീട്ടിലെ കുട്ടി, വേറൊരു ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും
വേറൊരു മതത്തിലൊക്കെ പെട്ട ഒരു കുട്ടീനെ ഇവൻ എങ്ങനെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കലോത്സവത്തിൽ എങ്ങനെ എത്തി, ഇവൻ കോളേജ് പഠിക്കുമ്പോൾ അങ്ങനെ ബാക്കോട്ട് പോയി ഒരു സീൻ ഓർഡർ ഉണ്ടായി. ഇവിടുന്ന് മുന്നോട്ട് പോയി ഉണ്ടായി. അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരെണ്ണം നമുക്കൊരു റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇങ്ങനെ ഈ കലോത്സവമൊക്കെ ഞാൻ സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുത്ത സമയത്തുള്ള മെമ്മറീസൊക്കെ ഇതിൻ്റെ അകത്തേക്ക് വരും. അതേപോലെ നമ്മൾ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഈ 2 ക്യാരക്ടേഴ്സിനെ ഫോളോ ചെയ്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേട്ടിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ കഥകളും ക്യാരക്ടേഴ്സും ഒക്കെ തന്നെ വരും. പക്ഷെ അവരുടെ ലൈഫ് സീനിയേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ലൈഫിൽ അവർക്ക് ഉണ്ടായിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടാത്ത പോലെ തോന്നിയിട്ടുണ്ട്. സം എക്സ്പീരിയൻസ് ദാറ്റ് യു ഗൈസ് ഡിഡ്ന്റ് ഗെറ്റ്, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഡെയറിങ്നെസ്, ഒരു രക്ഷയില്ല. ധൈര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ലേ എല്ലാം ചെയ്യുന്ന. അതെ, പണ്ട് സിനിമ പോലും ഇവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ലേ 80s ഇവർ ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം പൊട്ടി, വാ അടുത്തത് നോക്കാം, അത്രേ ഉള്ളൂ. ഡിപ്രഷനൊന്നും ഇല്ല ഇവരുടെ ഡിക്ഷണറിയിൽ. നമ്മുടെ ഏജിലോട്ടൊക്കെ എത്തിയപ്പോഴല്ലേ. അപ്പോൾ ഇവർക്ക് അങ്ങനത്തെ ഇഷ്യൂസേ ഇല്ല. അത് പൊട്ടി, അത് പോയി, അടുത്തത്. അല്ല, ഇന്നസെന്റ് സാറിൻ്റെ ഒക്കെ നമുക്ക് വിശ്വസിക്കില്ലല്ലോ, 2-3 ഫിലിം പ്രൊഡ്യൂസ് ചെയ്ത് ഫ്ലോപ്പ് ആയി കഴിഞ്ഞിട്ടാണ് ആക്ടിങ് തുടങ്ങിയെന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ലൈക്ക് ഇപ്പോഴൊക്കെ ആരും നോബഡി ഗെറ്റ്സ് ടു ദാറ്റ് സെക്കൻഡ് സ്റ്റേജ്. ഇല്ല, ആ ജനറേഷൻ്റെ ഇതില്ല. അതായത് അടുത്ത് നോക്കാം എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അവരെല്ലാവരും ആലോചിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി അവർ 80s സമയത്ത് ഭയങ്കര ഗട്ട്സി. പിന്നെയാണ് അവരും കെയർഫുള്ളായിട്ട് ആലോചിച്ചൊക്കെ സമയം എടുക്കാറുണ്ട്. പക്ഷെ അവരെടുത്തതിന്റെ അത്രയും നമ്മൾ എടുക്കാറില്ല. കാരണം അവരെടുത്തിരുന്ന വെച്ചാൽ അന്ന് ഒരു ബിസിനസ്സും ഇല്ലാത്ത സമയത്ത് ജസ്റ്റ് ഒരു പടത്തിന്റെ പാഷൻ വെച്ചിട്ടാണ് എടുക്കണം ഓരോ പടങ്ങള്. അപ്പൊ അതില്ലെങ്കിൽ മൊത്തത്തില് ഫുൾ പൈസ കഴിഞ്ഞു. പക്ഷെ അന്നത്തെ ആൾക്കാർ ഒരു പടം കഴിഞ്ഞ് അത് ഈ പോയ പൈസ പിടിക്കാൻ വേണ്ടി വീണ്ടും എടുത്ത ആൾക്കാർ എനിക്കറിയാം. അങ്ങനെ ലാസ്റ്റ് ഒന്നും ഇല്ലാതെയും ചിലവർ അതിനകത്ത് ജാക്ക് പോട്ട് അടിക്കും, സെക്കൻഡോ തേർഡ് ഫിലിം. പക്ഷെ ഇപ്പൊ അത് ആലോചിക്കുമ്പം അത് ഭയങ്കര റിസ്ക് ആണ് എടുത്തുന്നത്. പഴയൊരു സൂപ്പർ ഹിറ്റ് പ്രൊഡ്യൂസറെ പിന്നീട് ഞാനൊരു സ്ഥാപനത്തിൽ കാഷ്യറായിട്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് സങ്കടം തോന്നും. എത്ര കോടമ്പാക്കത്ത് ഇത്ര സ്റ്റോറീസ് അല്ല അങ്ങനെ, ഓഫ് കോഴ്സ്. പക്ഷെ വേറെ എനിക്ക് വിശാഖിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കാണ്ട്, നോട്ട് ആസ് എ പ്രൊഡ്യൂസർ, പക്ഷെ നോട്ട് ആസ് ഒരു ക്രിയേറ്റീവ് സൈഡിൽ നിന്നല്ല. ഇപ്പോൾ ഈ വിനീതേട്ടന് ഒരു മൂഡ് ഉണ്ടല്ലോ, ഈ പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമല്ലോ. അതിലൊരു പാട്ട് പ്ലേ ചെയ്യും അല്ലേ, എന്നിയോ മറുക്കണക്ക് ഇടുമ്പോൾ ആസ് എ പ്രൊഡ്യൂസർ അല്ലേ, അതെങ്ങനെ അറിഞ്ഞു? അപ്പൊ അതൊക്കെ ഇടുമ്പോ വാട്ട് ആർ യു തിങ്കിങ്? ഇത് ആദ്യമൊക്കെ അറ്റ്ലീസ്റ്റ് ഇത് എന്താണ് പരിപാടി, അങ്ങനെയാണ് തോന്നുന്നത്? ഫസ്റ്റ് ആദ്യം ഈ വർഷങ്ങൾക്ക് ശേഷമല്ല, നമ്മുടെ ലാസ്റ്റ് മൂവി തന്നെ ഫസ്റ്റ് ദർശന ഞാൻ കാറിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഹോൾ ക്രൂ ഡാൻസ് ചെയ്യണം. എനിക്ക് അറിയത്തില്ല ഇതെന്താണ്, ഞാൻ ഇവിടെ ഷൂട്ട് നടക്കണോ അതോ ഇവിടെ മറ്റേ ഡാൻസ് മേളം നടക്കണം, ഡയറക്ടർ അവിടെ നിന്ന് തുടങ്ങണം. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി, ഇത് കൊള്ളാം, ഇത് നല്ല ടെക്നിക്ക്, ഒരു എനർജി രാവിലെ കൊണ്ടുവന്ന ആ ടീം ഫുൾ സെറ്റ് ആയിട്ട്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇത് കണ്ടപ്പോൾ ഞെട്ടാനൊന്നും ഇല്ലായിരുന്നു. അത് പഠിച്ചു എല്ലാം പഠിച്ചു. വിനീതിന്റെ ഒരു നമ്പറല്ല, ആക്ച്വലി എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. എനിക്കിഷ്ടമാണ്, ഞാനത് ബേസിക് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം. ഇത് ലൗഡ് മ്യൂസിക് ഇട്ട് പാട്ടൊക്കെ ഇട്ട് കുഞ്ഞിരാമായണത്തിൽ നമ്മൾ തട്ടം ചെയ്യുന്ന സമയത്ത് ലൈവായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്തിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അടിച്ചു പൊളിച്ച് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടത് ബേസിക്കാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഓക്കെ, നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള സാധനം അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്യാം. ആൾക്കാരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും, നമ്മളും എൻജോയ് ചെയ്യും. പിന്നെന്തിനാ അങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നത്? മാറിക്കോൺ ഇട്ടു എന്ന് പറയുമ്പോൾ തന്നെ അത് എഴുതുന്ന സമയത്ത് ആ പാട്ടാണ് കേട്ടോണ്ടിരുന്നത്. അതാണ് അതിന്റെ ഒരു ബേസിക് ലോജിക്. അതെ, എഴുതിയപ്പോ അത് ഉണ്ടായ അതേ മൂഡ് നമ്മൾ സെറ്റിൽ റീക്രിയേറ്റ് ചെയ്യുന്നു. അതെ. ആക്ടേഴ്സിന് ഭയങ്കര ഗുണം ചെയ്യും അത്. ഇപ്പൊ ധ്യാനൊക്കെ ആദ്യം വന്ന സമയത്ത് ധ്യാന് മ്യൂസിക് ഒക്കെ ഇട്ടിട്ടാണോ ഷൂട്ട് ചെയ്യുന്നത് എന്നിട്ട് ഒരു ചെറിയ പുച്ഛത്തോടുകൂടി. ഇല്ല, തിരയില്ല, എനിക്ക് ഓർമ്മയില്ല, ചിലപ്പോൾ ഉണ്ടാവും, എനിക്ക് കുറെ കൊല്ലമില്ലേ. അപ്പോൾ ആദ്യം വന്നപ്പോൾ മ്യൂസിക് ഒക്കെ ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു പുച്ഛത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. നല്ല ഇമോഷണൽ ആയിട്ടുള്ള സീനൊക്കെ വരുമ്പോൾ ആ സ്കോർ ഒന്ന് ഇട്ടുതരുമോ, സ്കോർ മതി, വേറെ പാട്ട് വേണ്ട, സ്കോർ ഇട്ടുതരുമോ എന്ന് ചോദിക്കും. അപ്പോൾ പൈലറ്റ് ട്രാക്കിലൊക്കെ ഫുള്ള് മ്യൂസിക് തന്നെ ആയിരിക്കും. ഡബിന് നമ്മൾ തന്നെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, വേറെ ആരെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ചീത്ത വിളിക്കും, കാരണം ഒരു ഡയലോഗും മനസ്സിലാവില്ല. അതെ,
ഈ പ്രണവിനെ ഡയറക്റ്റ് ചെയ്യുമ്പോഴല്ലോ യുവർ സെക്കൻഡ് ഫിലിം വിത്ത് ഹിം. പക്ഷെ ഇതിൽ നമ്മൾ ട്രെയിലറിലൊക്കെ കാണുമ്പോൾ എസ്പെഷ്യലി വെൻ ദർ ഇസ് എ കപ്പിൾ ഓഫ് അല്ലെ ഡ്രിങ്കിങ് സീൻസ് എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് യു കനോട്ട് ലൈക്ക് മനസ്സിലായില്ലേ? അത് ഒരു ഞാനൊക്കെ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല ഈ പരിപാടി. കാരണം ഡ്രിങ്കിങ് സീൻസ് ഒക്കെ പ്രണവിനെ വെച്ച് പ്ലാൻ ചെയ്യുമ്പോൾ ദ കൈൻഡ് ഓഫ് കമ്പാരിസൺസ് അതൊക്കെ വരാൻ പോകുന്നത് ഇറ്റ്സ് ലൈക്ക് ഡിഫിക്കൽട്ട് ടു ഇമാജിൻ അല്ലേ? പക്ഷെ അങ്ങനത്തെ സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ സ്പേസ് ദാറ്റ് യു കെപ്റ്റ് ദെയർ? ഇത് കുറച്ചൊക്കെ നമുക്ക് ലാലേട്ടനെ തോന്നിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഐ യു കോൺഷ്യസ്ലി ഡിസൈഡിങ് ഒരിക്കലും വരാൻ പാടില്ല, പറ്റുന്നത്രയും യു ഡു ഇറ്റ് ഡിഫറെൻ്റ്ലി? എന്തായിരുന്നു അതിൻ്റെ ഒരു റേഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നത്? മെയിനായിട്ട് ഇപ്പോൾ ഹൃദയം തീരാറായപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കുറേ ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് അപ്പുവിന് ഭയങ്കര സിമിലാരിറ്റീസ് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നി. അപ്പം ഞാൻ എഴുതിയത് അവൻ പെർഫോം ചെയ്യുമ്പോൾ അത് അങ്ങനെ വന്നതാണ്. നമ്മൾ ഡെലിബറേറ്റായിട്ട് എന്താ പറയുക അങ്ങനെ ഫാദറിനെ പോലെ ആക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടേ ഇല്ല. അവൻ്റെ ബോഡിയിൽ അതുണ്ട്, അവൻ്റെ സിസ്റ്റത്തിൽ അതുണ്ട്. അതാണ് അപ്പു നേരത്തെ ചെയ്തിരുന്നത്. അതായത് അതുപോലെ ഇമിറ്റേഷൻ വരാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ചിങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് അപ്പോൾ ഈ പടത്തിലെത്തിയപ്പോഴേക്കും ആ ബ്ലോക്കിംഗ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. കാരണം ചുറ്റുമുള്ള എൻ്റെ കേസിൽ മാത്രമല്ല ആ സെറ്റിലുള്ള എല്ലാവരുമായിട്ട് അപ്പൂന് ഇപ്പോൾ ഒരു ട്രസ്റ്റ് ഫോമായി. ഇപ്പോൾ സിനിമാറ്റോഗ്രാഫർ അടക്കം കുറേ പേര് ഹൃദയത്തിൽ വർക്ക് ചെയ്ത ആൾക്കാർ തന്നെയാണ്. ആർട്ട് അസിസ്റ്റൻസ്, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ദിവ്യ സ്വരൂപ, അങ്ങനെ എല്ലാവരും കംഫർട്ട് സ്പേസിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരാരും ജഡ്ജ് ചെയ്യാൻ നിൽക്കുകയല്ല എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ. അതിലവൻ അങ്ങ് പെർഫോം ചെയ്തതാണ്. അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമുക്ക്. നമ്മളത് സിമിലാരിറ്റി ഉണ്ടോ സിമിലാരിറ്റി ഇല്ലയോ എന്ന് നമ്മൾ ആലോചിച്ചിട്ടില്ല. നമുക്ക് കാണുമ്പോൾ അത് ഭയങ്കര വർക്കായിരുന്നു. പിന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞത് ഒറ്റ ഒരു സാധനമാണ്, മീശ പിരിക്കാൻ പറഞ്ഞത്. അത് നമ്മൾ ആ പാട്ടിൽ ഇടയ്ക്ക് വന്നു അത് ഡെലിബറേറ്റ് ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞത് തന്നെയാണ്. അല്ലാതെ ഒരു സ്ഥലത്തും കൂടെ ചെറിയൊരു സാധനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് പറയാൻ പറ്റില്ല. തിയേറ്ററിൽ അതെ അതറിയില്ല. ഹോപ്പ്ഫുള്ളി എനിക്കാണ് ട്രെയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ട്രെയിലറാണ്. അതിൽ തന്നെ എനിക്ക് കാണുന്ന ഒരു സീനിൽ ഇങ്ങനെ ആസ്ട്രോളജറിനെ കാണിക്കുന്ന ഒരു സീനില്ലേ, അത് തന്നെ എനിക്ക് ശ്രീനി സാർ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണല്ലേ, ശ്രീനി സാറിന്റെ ഒരു ലൈഫിൽ നടന്ന ഒരു റിയൽ കാര്യമായിട്ട്. അതെ, ധ്യാനം പറഞ്ഞിട്ട് ആഡ് ചെയ്താ അച്ഛന്റെ സംഭവമാണ്, നമുക്ക് ഇത് ആഡ് ചെയ്താലോ. അതുപോലെ തന്നെ എനിക്കൊരു സെക്കൻഡ് എനിക്ക് രജനി നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. കൺഫേം ചെയ്തല്ലോ. ഇല്ല, അങ്ങനെ ഒന്നും നമ്മൾ പറയുന്നില്ല. ഇല്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ എന്തായിരുന്നു അതിന്റെ പ്രോസസ്? ഇതൊക്കെ ആ ഫസ്റ്റ് എഴുതുമ്പോ തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം അതിൽ നിന്ന്, എസ്പെഷ്യലി ഇത് റിയൽ ലൈഫ് നമുക്ക് അറിയണ കാര്യങ്ങൾ. കുറേ കാര്യങ്ങൾ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും അതിനകത്തേക്ക് ഇപ്പോൾ ഒരു ക്യാരക്ടർ വരുന്ന സമയത്ത് അന്ന് കണ്ടിട്ടുള്ള ഒരാളുടെ റിസംബ്ലൻസ് ഉണ്ടാവുന്ന രീതിയിൽ, അന്ന് നമുക്ക് രജിസ്റ്റർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരാളുടെ റിസംബ്ലൻസ് ഉണ്ടാകുന്ന രീതിയിലാണ് മേക്കപ്പും കോസ്റ്റ്യൂമും ഒക്കെ കഴിഞ്ഞിട്ട് ആളെ ഇറക്കി വിടുന്നത്. ഒരു കുഞ്ഞു റോളാണെങ്കിൽ പോലും. ഇപ്പോൾ ആ സിനിമയിൽ ഡയറക്ടറായിട്ട് വന്നിട്ട് ഒരാൾ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഷോട്ടിന് വന്നിരിക്കുമ്പോൾ നമുക്ക് പഴയ ഒരു ഡയറക്ടർ ഓർമ്മ വരും. ആ രീതിയിലാണ് സ്റ്റൈലിങ്ങും കാര്യങ്ങളൊക്കെ. അതെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ആ ഒരു ശ്രദ്ധ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളായിട്ട് ശ്രദ്ധിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതിന് പുറമെ ഈ സിനിമ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, മേക്കപ്പും കോസ്റ്റ്യൂമും ആർട്ടും ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും സിനിമാറ്റോഗ്രാഫി ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും അതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വേൾഡ് ക്രിയേഷനൊക്കെ നോക്കുമ്പോൾ ഏതെങ്കിലും ഫിലിംസ് റെഫർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? ഈ ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഓൾമോസ്റ്റ് 80s കൊടമ്പാക്കം വന്നതാണല്ലേ? അപ്പൊ അങ്ങനത്തെ റെഫറൻസസിന് ഫിലിംസ് ഉണ്ടായിരുന്നു, കിട്ടിയോ? ലേഖയുടെ മരണം ഞാൻ വീണ്ടും എടുത്ത് കണ്ടിരുന്നു, ഏകദേശം എങ്ങനെയൊക്കെ ഇരിക്കുന്നു അറിയാൻ വേണ്ടിയിട്ട്, എഴുത്തിന് മുമ്പ്. പിന്നെ ഞാൻ കുറേ പുസ്തകങ്ങൾ വായിച്ചിരുന്നു വിശാൽ. നല്ല ബുക്സ് ഉണ്ട്. നമുക്ക് പഴയ ഈ ഫിലിം റിലേറ്റഡ് ആയിട്ടും മ്യൂസിക് റിലേറ്റഡ് ആയിട്ടൊക്കെ റെഫർ ചെയ്യാൻ പറ്റുന്ന കുറേ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്നുള്ളത്. ഇന്നത്തെ ആണുങ്ങളെ പോലെ അല്ലല്ലോ അന്നത്തെ ആണുങ്ങൾ റിയാക്ട് ചെയ്തിരുന്നത് ഓരോ കാര്യത്തിനും. അപ്പോൾ കുറച്ചുകൂടെ ആൽഫയായിരുന്നു എല്ലാവരും. അപ്പോൾ അത് നമുക്ക് ഈ ബുക്സിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ആ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഒക്കെ നമുക്കിങ്ങനെ കിട്ടും കുറേ ആൾക്കാർ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ റെഫറൻസസ് ഉണ്ടായിരുന്നു. ഓക്കെ.
എനിക്ക് ഇത് ഞങ്ങളുടെ അടുത്തും ചോദിക്കാനുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല 2024 വേറെ ഒരു ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറിന്റെ അടുത്ത് പോയി പറയുന്നത് എനിക്ക് വൈറലാവണ പാട്ട് വേണ്ടാന്ന് പറഞ്ഞ ഒരു ഹിസ്റ്ററി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? സംതിങ് ലൈക്ക് വാട്ട് യു ബ്രീഫ് അല്ലേ, വൈറലാവണ്ട, സ്ലോ പോയ്സൺ, അങ്ങനത്തെ രീതിയിലാണല്ലേ പറഞ്ഞത്. അത് മെയിനായിട്ട് എന്താന്ന് വെച്ചാൽ ഈ പടത്തിന്റെ നേച്ചറിന് നമുക്ക് അങ്ങനത്തെ പാട്ടുകൾ ചെയ്തിട്ട് കാര്യമില്ല. എനിക്ക് അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല എന്താണ് അത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു പെട്ടെന്ന് ഹിറ്റ് ചെയ്യേണ്ട പാട്ടിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ റിതം, പിന്നെ അതിൻ്റെ ഹുക്ക് മെലഡി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജിമിക്കി കമ്മൽ, എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ ഇമ്മീഡിയറ്റ്ലി ക്യാച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. എനിക്കിതിൽ ഒരു ക്ലാസിക് നേച്ചറിലുള്ള ഒരു ആൽബമായിട്ട് വേണമെന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പരിണീത എന്ന് പറയുന്ന ഒരു ആൽബം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഓഡിയൻസിന് സെർവ് ചെയ്യുന്ന ഒരു ആൽബം അല്ല. പക്ഷേ അതെ, ശാന്തനു മൈത്ര. പക്ഷേ ആ പാട്ടുകൾ ലാസ്റ്റ് ചെയ്യും. ഇപ്പോൾ പണ്ടത്തെ പാട്ടുകളുണ്ടല്ലോ, അജീവ് ദാസ് ആയിക്കോട്ടെ, മലയാളത്തിൽ ഒരു പുഷ്പം മാത്രം ഞങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പടത്തിൽ. ആ പാട്ടായിട്ട് തന്നെ. അപ്പോൾ ആ പാട്ടുകളൊക്കെ ഇങ്ങനെ ഒരു ഷെൽഫ് ലൈഫ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ എനിക്ക് ഇൻസ്റ്റൻറ്റ് ആയിട്ട് കിട്ടുന്നതിനേക്കാൾ ഒരു ഷെൽഫ് ലൈഫ് കൂടുതലുള്ള പാട്ടുകൾ വേണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ഡീപ്പായിട്ട് പോകുന്നൊരു മ്യൂസീഷ്യൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് ജഡ്ജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ലേ, ഏത് പാട്ടാണ് അങ്ങനത്തെ ഒരു നമുക്കുള്ളിൽ ഒന്ന്, എനിക്ക് കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ, എനിക്ക് സബ്ജക്റ്റ് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ആ സബ്ജക്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് ആ മെലഡി കേൾക്കുമ്പോൾ നമുക്കുള്ളിൽ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാട്ടിന് സ്ട്രെങ്ത് ഉണ്ടാവുമല്ലോ. മറ്റത് നമ്മളൊരു ടെംപ്ലേറ്റ് ആണല്ലോ നോക്കുന്നത്, ഓൾറെഡി സെറ്റായിട്ടുള്ള ഒരു പ്രോഗ്രഷനിൽ തന്നെ പോകുന്നൊരു പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് റെഫറൻസ് ഉണ്ട്. ഇത് റെഫറൻസ് അല്ല, തട്ടൻ ഞങ്ങളിങ്ങനെ ചെയ്ത് തട്ടൻ ചെയ്യുമ്പോൾ നമ്മൾ ഹിറ്റാവുന്ന പാട്ടുകൾ എന്ന് ആലോചിച്ചിട്ടേ ഇല്ല. പക്ഷേ പാട്ടുകളെല്ലാം പോപ്പുലറായി. പക്ഷെ റിലീസിന് മുമ്പ് അനുരാഗത്തിൻ വേളയിലാണ് പോപ്പുലർ ആയത്. റിലീസിന് ശേഷമാണ് മുത്തുച്ചിപ്പിയും അങ്ങനത്തെ പാട്ടൊക്കെ പോപ്പുലർ ആവുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് അല്ലേ? കാരണം സിനിമ ഇറങ്ങുമ്പോ ഹിറ്റായ പാട്ടേ ആയിരിക്കില്ല 10 കൊല്ലം കഴിഞ്ഞിട്ട് ആ സിനിമയില് അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു പേഴ്സണലി ഉനിതേട്ടന് ഒരു സന്തോഷം ഉണ്ടാവും. അത് അല്ല, പാട്ടുകൾ ലാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഞാൻ വേറെ ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഹൃദയം ഞാനിപ്പോൾ കേൾക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് പുതിയൊരു ലോകമാണ്. ആ സമയത്ത് ചിലപ്പോൾ ദർശനയായിരിക്കും. ആ സമയത്ത് ദർശന, പിന്നെ ഉണക്കമുന്തിരി അതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ പക്ഷെ ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് കേൾക്കുമ്പോൾ അത് എനിക്ക് പ്ലസൻ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാൻ കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ കൂടുതലും കേൾക്കുന്ന പുതിയൊരു ലോകമാണ്. സോ ഇതിലങ്ങനെ ലാസ്റ്റ് ചെയ്യുന്ന പാട്ടുകൾ 2-3 എണ്ണം ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല, ഇറ്റ്സ് സ്റ്റാർട്ടിംഗ് ടു ഗ്രോ ഓൺ മീ. അല്ലേ, 2 സൈഡിൽ ഞാൻ കേട്ടു തുടങ്ങിയിട്ട് ഇറ്റ്സ് ഓൾറെഡി സ്റ്റാർട്ടിംഗ് ടു ഗ്രോ. ഫസ്റ്റ് കേൾക്കുമ്പോൾ ഒന്നും അല്ല അങ്ങനെയല്ല, ഇറ്റ് ഈസ് പ്ലസന്റ് ആൻഡ് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. പക്ഷെ ഇപ്പൊ നമുക്ക് തിരിച്ചു പോയി കേൾക്കണം അങ്ങനത്തെ ഒരു ആഗ്രഹമൊക്കെ. ഹോപ്പ്ഫുള്ളി പടം കണ്ടു കഴിഞ്ഞാൽ വിശാലിന് ചിലപ്പോൾ ഒന്നും കൂടെ വർക്ക് ആവുമായിരിക്കും. പക്ഷെ ഇതിന്റെ ഒറിജിനൽ ഐഡിയ എന്തായിരുന്നു വെച്ചാൽ ടു ബ്രിങ് ബാക്ക് ആൻ ഓൾഡ് കമ്പോസർ, അതായിരുന്നില്ല എന്റെ ലോജിക്. അതെ, അതിനൊരു ബ്യൂട്ടി ഇല്ലേ? കാരണം ഇപ്പൊ വീർ സാറയുടെ ആൽബം ആണെങ്കിലോ അല്ലെങ്കിൽ ആക്ഷൻ ഹീറോ ബിജു, അല്ലെ, ബ്രിങ്ങിങ് ബാക്ക് സംബഡി ഇൻ ടു കോൺഷ്യസ്നസ്, അതിന്റെ ഒരു ഒറിജിനൽ എന്തായിരുന്നു അതിന്റെ ഒരു തോട്ട് ബിയോണ്ട് ദ 70s ആയിരിക്കുമ്പോൾ 70s മ്യൂസിക് അതല്ലാണ്ട് അതിന്റെ ഒരു ഫീലിംഗ് എന്തായിരുന്നു? അത് എനിക്ക് പടവും കൂടെ ഇറങ്ങിയാലേ ശരിക്കും പറയാൻ പറ്റുള്ളൂ. എനിക്കൊരു പർട്ടിക്കുലർ കമ്പോസറിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് റീസണും ഉണ്ടായിരുന്നു. കാരണം എനിക്കൊരു മ്യൂസിക് കമ്പോസറായിട്ട് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ചിനടക്കം അദ്ദേഹത്തിനെ ഡിപ്പെൻഡ് ചെയ്യാലോ. പിന്നെ അദ്ദേഹം ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ എന്താ പറയുക, കിങ് ആണ്. അപ്പോൾ ആ ഏരിയ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഫോൺ പിക്ക് ചെയ്ത് വിളിച്ചാലോ എന്നിങ്ങനെ വിചാരിച്ചതാണ്. പക്ഷെ ഒരു ദിവസം രാത്രിയായിരുന്നു എനിക്കിങ്ങനെ ഞാൻ ഡിസിഷൻ എടുത്തത്. അപ്പോൾ രാത്രി ഡിസിഷൻസ് എടുക്കാൻ പാടില്ല എന്നുള്ളൊരു തോട്ട് എപ്പോഴും മൈൻഡിലുണ്ട്. രാത്രി അധികം ആൾക്കാരെ വിളിക്കാത്തതാണ് നല്ലത്. രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വേറെ കാര്യമായിരിക്കും തോന്നുക. അപ്പോൾ അന്ന് അതങ്ങനെ വിട്ടിട്ട് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ആലോചിച്ചപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ അമൃത്തിനെ മീറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതൊക്കെ. അപ്പം അമൃത്തിൻ്റെ പാട്ടുകൾ കേട്ടപ്പോൾ ഇത് കൊള്ളാലോ, ഇത് പുതിയൊരാളും കൂടി ആകുമ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടൈം നമുക്ക് കിട്ടും. ഒരു പാട്ട് വർക്കായില്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ ചോദിക്കാൻ നമ്മൾ
പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവരെ ഡിസ്റെസ്പെക്ട് ചെയ്ത പോലെ തോന്നൂല. സീനിയർ ആകുമ്പോൾ നമുക്കൊരു മടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഓക്കെ എന്നാൽ പിന്നെ ട്രൈ ചെയ്ത് നോക്കാം. എങ്ങാനും അമൃത്തിൻ്റെ കൂടെ അത് വർക്കായില്ലെങ്കിൽ ഐ ക്യാൻ ഓൾവേസ് ഗോ ബാക്ക് ടു അദ്ദേഹത്തിന് വിളിക്കാം, ഇനീഷ്യൽ ഐഡിയയിലുള്ള ആളെ തന്നെ കോണ്ടാക്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ പോലെയാണ് വെച്ചത്. പക്ഷേ അമൃത അയച്ചു തരുന്ന എല്ലാ സാധനവും ഇഷ്ടപ്പെട്ടു, എനിക്ക് വർക്ക് ആവുന്നുണ്ടായിരുന്നു. പാഠത്തിന് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ വേറെ കാര്യം എനിക്ക് ഐ ജസ്റ്റ് വാണ്ട് യുവർ ഒബ്സർവേഷൻ ഓൺ ഔട്ട്സൈഡ് ഹിം ആസ് എ ഡയറക്ടർ, വർക്കിൻ്റെ ഔട്ട്സൈഡ് തന്നെ. ഇപ്പോൾ തന്നെ ഈ സിനിമ നോക്കുകയാണെങ്കിൽ തന്നെ ഇത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു വിനീത് ശ്രീനിവാസൻ അലുമിനി അസോസിയേഷൻ ആണ് ഈ സിനിമ അല്ലേ. എത്ര പേരുണ്ട് റൈറ്റ് ഫ്രം ഫസ്റ്റ് ഫിലിം അല്ലേ. ഫസ്റ്റ് ഫിലിം തൊട്ട് ഈ വിനീതേട്ടൻ്റെ കാര്യത്തിൽ മാത്രം എങ്ങനെയാണ് ഇത് ഫസ്റ്റ് ഫിലിം തൊട്ട് വന്ന ആൾക്കാർ ഇങ്ങനെ കൂടി 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 ഹീസ് ടേക്കിംഗ് എവറിബഡി അലോങ് ആൻഡ് ദേ ആർ ഓൾ സ്റ്റിൽ ടുഗെദർ ഓൾസോ. അപ്പോൾ വാട്ട് ഇസ് ദാറ്റ് കോൾഡ്, ഈവൻ യു ഓൾസോ ബിക്കം എ പാർട്ട് ഓഫ് അല്ലേ. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സിനിമയൊക്കെ ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദാറ്റ് ക്വാളിറ്റി? സിനിമ ഹിറ്റാവും അതൊക്കെ ശരിയാണ്, പക്ഷെ ഔട്ട്സൈഡ് ഓഫ് ദാറ്റ് വാട്ട് ഇസ് ദാറ്റ് ഹ്യൂമൻ ക്വാളിറ്റി ദാറ്റ് അട്രാക്ട്സ് പീപ്പിൾ ടു ഹിം ആൻഡ് കീപ്സ് ദം വിത്ത് ഹിം? ഗുഡ് ഹ്യൂമൻ ബീങ്, അതേ എനിക്ക് ഫസ്റ്റായിട്ട് പറയുള്ളൂ വിനീത് എന്ന് വെച്ചിട്ട്. ബിക്കോസ് നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഒരു ഇപ്പം എൻ്റെ പേഴ്സണലി പറയുന്ന ഒരു പ്രോജക്റ്റ് എടുക്കുമ്പോൾ ഇപ്പോൾ വിനീത് റൈറ്റ് ഫ്രം ദ സ്റ്റോറി ടിൽ ദ എൻഡ് വിൽ ബി ഡിസ്ക്രൈബിങ് എവറിത്തിങ് ഒരു പ്രോജക്റ്റിൻ്റെ. അപ്പം ഞാൻ ആസ് എ പ്രൊഡ്യൂസർ നോക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും ഒരു ഇതുണ്ട്, ഒരു ബഡ്ജറ്റ് ആണെങ്കിലും കാര്യമാണെങ്കിലും ഹിൽ ബി ഇൻവോൾവ് ഇൻ ഓൾ ദ പ്രോസസ്സ്. അപ്പം എന്നെക്കാട്ടിലും ടെൻഷൻ വിനീതിനായിരിക്കും ഒരു പ്രോജക്റ്റ് സേഫ് ആക്കിയിട്ട് അവരെ രക്ഷിക്കുക അല്ലെങ്കിൽ പ്രോജക്റ്റ് ഇത് ചെയ്യുക എന്ന രീതിയിൽ. അങ്ങനെ എല്ലാവരുടെ കാര്യത്തിലും വിനീത് ഒരു ടേക്കിംഗ് കെയർ ഉണ്ട്, ഈവൻ ഇഫ് ദ ആക്ടേഴ്സ് ഓൾസോ. സോ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് വിനീതിൻ്റെ ഒരു സക്സസിൻ്റെ ഏറ്റവും വലിയ ഇത്. ആൻഡ് ഓൾസോ ഹാർഡ് വർക്ക് ഓൾസോ. പിന്നെ ഞാൻ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞാലും ഈവൻ ഫോർ ദ ഡബിങ് റൈറ്റ് ഫ്രം ദ ഫസ്റ്റ് ഡേ ടിൽ ദ എൻഡ് ഓഫ് എല്ലാത്തിനും വിനീത് കൂടെ ഇരിക്കും. ഈവൻ നമ്മുടെ മിക്സിങ് സമയത്താണെങ്കിലും എല്ലാത്തിനും വിനീത് പോയി ഇരുന്ന് അത് കണ്ടില്ലെങ്കിൽ വിനീത് സമാധാനമില്ല. പക്ഷെ എല്ലാത്തിനും ഇൻവോൾവ്മെന്റ് ഉണ്ട് മൊത്തത്തിൽ. അത് തന്നെയാണ് വിനീതിന്റെ സക്സസ്. അല്ലാതെ പിന്നെ എല്ലാം നോക്കിയാൽ ഒരു രൂപ പോലും ഇപ്പം എൻ്റെ ഭാഗത്തിരുന്ന ഒരു ഇതിപ്പോൾ അങ്ങോട്ടൊരു എക്സ്ട്രാ എക്സ്പെൻസ് ആവില്ല എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഒരു ഡയറക്ടറും കൂടെയാണ്. അപ്പോൾ എല്ലാം കൊണ്ടാണ് വിനീതിൻ്റെ ഈ സക്സസ് നിൽക്കണത്. ജസ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ തോന്നിയത് അല്ല എനിക്ക് ചോദിക്കാൻ തോന്നിയതെന്ന് വെച്ചാൽ ഈ സിനിമയിൽ വരെ എനിക്ക് ഓൾമോസ്റ്റ് ഏറ്റവും ക്രൂഷ്യൽ പാർട്ട് ഫ്രം ദ ലുക്സ് ഓഫ് ഇറ്റ്, ഓബ്വിയസ്ലി ഐ ഹവൻ സീൻ ഇറ്റ്, പക്ഷേ ഫ്രം ദ ലുക്സ് ഓഫ് ഇറ്റ് ഏറ്റവും ഒരു ക്രൂഷ്യൽ പാർട്ടിൽ ഐ തിങ്ക് യു ചോസൻ ടു യൂസ് എ തമിഴ് സോങ് അല്ലേ? അല്ലേ? ട്രെയിലർ കണ്ടിട്ട് മനസ്സിലായതാണ്. അപ്പോ ആൻഡ് ഓൺ ദ ജസ്റ്റ് month ago was a film like Manjumal Boys, and we are okay, maybe we are Malayalis who grew up in Chennai, so അതുകൊണ്ട് വേറെ ഒരു ലോജിക് ഉണ്ടാവും. പക്ഷേ വാട്ട് ഡു യു തിങ്ക് ഇസ് ദിസ് ഫണ്ടമെന്റൽ ലവ് വേറെ നമുക്ക് ഇങ്ങനത്തെ വേറെ ഒരു ലാംഗ്വേജിലും ആ സിനിമയത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റിൽ വേറൊരു ലാംഗ്വേജിലത്തെ പാട്ടോ റെഫറൻസോ മിക്കവർക്കും ഒരു ധൈര്യം ഉണ്ടാവില്ലല്ലോ. പക്ഷേ വിനീതേട്ടൻ അങ്ങനത്തെ ഒരു ഇത് എടുക്കാനും അത് വേറെ ആൾക്കാർ ചെയ്യുമ്പോൾ തന്നെ അത്രയും കണക്ട് ആവാനുള്ള ഒരു റീസൺ എന്തായിരിക്കും? എസ്പെഷ്യലി വെൻ ഇറ്റ്സ് തമിഴ് ആൻഡ് മലയാളം. എനിക്ക് തോന്നുന്നു അതിൻ്റെ റീസൺ ഞാൻ മലയാളി ആയതുകൊണ്ടായിരിക്കും. അത് തന്നെ, കാരണം നമ്മൾ എല്ലാവരുടെയും സാധനങ്ങൾ റിസീവ് ചെയ്ത് ശീലമുള്ള ആൾക്കാരല്ലേ. ഇപ്പം വേറൊരു സ്റ്റേറ്റിൽ വിശാൽ പോയി നോക്ക്, അവരുടെ സ്റ്റേറ്റിലുള്ള മ്യൂസിക് മാത്രമേ കേൾക്കുള്ളൂ, അവരുടെ സ്റ്റേറ്റിലുള്ള പടങ്ങൾ മാത്രമേ അവർ കൺസ്യൂം ചെയ്യുള്ളൂ. ഞാൻ കോളേജ് പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് ഒരുത്തം പറഞ്ഞാൽ മച്ചാ ഷാറുഖ് ഖാൻ പടം ഒന്ന് റിലീസായിരിക്കടാ. അപ്പോൾ ഏത് പടമാണ്? കൽ ഓന ഓ എന്ന് പറഞ്ഞു. അതാണ് അവസ്ഥ. അപ്പോൾ ഒരു പിടിയില്ല. അപ്പോൾ നമ്മുടെ ആൾക്കാർക്ക്, പക്ഷേ നമ്മുടെ ആൾക്കാർ തെലുഗു ഫിലിം കാണും, മലയാളം പടം കാണും, തമിഴ് പടം കാണും, ഹിന്ദി കാണും, ഇംഗ്ലീഷ് കാണും, കൊറിയൻ കാണും. കിം കിഡുക്ക് വന്നപ്പോൾ ട്രാഫിക് ജാം ആയിരുന്നു ട്രിവാൻഡ്രത്ത്. അതാണ് നമ്മുടെ ആളുകളുടെ ഒരു ആർട്ടിനോടുള്ള റിസപ്ഷൻ. അപ്പം നമ്മുടെ ലാംഗ്വേജിൽ നമുക്കിങ്ങനെ പലതും ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതും അതുകൊണ്ടായിരിക്കും. അത് ഞാൻ മാത്രമല്ലല്ലോ. ഞാൻ മഞ്ഞുമ്മൽ ബോയ്സ് കാണുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടാണ് കണ്ട പടം. അപ്പോൾ രഞ്ജേട്ടനും മഞ്ഞുമ്മൽ, അപ്പോൾ ഞാൻ എഡിറ്റർ എൻ്റെ കൂടെയല്ല, ഞാൻ രഞ്ജേട്ടനോട് ചോദിച്ചു മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ രഞ്ജേട്ടൻ പറഞ്ഞു ഞാൻ പോകുന്നുണ്ട്, കണ്ടിട്ട് വിളിക്കണമെന്ന് ചോദിച്ചു. കണ്ടിട്ട് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് വെച്ചു. അപ്പോൾ രഞ്ജേട്ടൻ കണ്ടിട്ട് എന്നെ വിളിച്ചു, ഇനി ഇതേ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് തോന്നി? ഞാൻ ചിരിച്ചുകൊണ്ടാണ് കണ്ടെന്ന് പറഞ്ഞു. ഞാനും ചിരിച്ചുകൊണ്ടാണ് കണ്ടെന്ന് പറഞ്ഞു. കാരണം അവർക്ക് വർക്കായ കുറേ സാധനങ്ങൾ എവിടേക്കോ നമുക്ക് അതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഫൈനലി മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചേട്ടാ,
ഇൻ മൈ ലൈക്ക് ഐ മീൻ ഞാൻ വിനീതേട്ടൻ്റെ ഫസ്റ്റ് ഫിലിം തൊട്ട് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. പേഴ്സണലി ഐ ഫീൽ യുവർ ബെസ്റ്റ് പെർഫോമൻസ് ആസ് എൻ ആക്ടർ സോ ഫാർ ഹസ് ബിൻ തങ്കം, കേട്ടോ. ആൻഡ് ഇറ്റ്സ് എൻ അൺബിലീവബിളി ലെയേർഡ് ക്യാരക്ടർ അല്ലേ. ഓരോ തവണ കാണുമ്പോഴും നമുക്ക് ഫസ്റ്റ് സീൻ തൊട്ട് കാണുമ്പോൾ എന്തൊക്കെ ഈ ആൾക്കറിയായിരുന്നു, എന്തൊക്കെ വാട്ട് ഈസ് ഗോയിങ് ത്രൂ ഹിം എന്ന് നമുക്ക് എവറി ടൈം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഇൻ്റർപ്രിറ്റേഷൻ. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ ഫിലിം ദാറ്റ് വിൽ ഇവൻച്വലി ബിക്കം എ കൾട്ട് ഫിലിം. പക്ഷേ as somebody who's already seen all kinds of success, you've seen lows also, Thangam പോലത്തെ ഒരു film when you put in so much effort and it doesn't get the recognition it deserves, at least at that time, ഇപ്പോൾ എഫക്ട് ചെയ്യാറുണ്ടോ വിനീതേട്ടൻ അങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങൾ? ഇല്ല, ഞാൻ തങ്കം റിലീസ് ചെയ്ത് കണ്ടിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു വിശാൽ. എനിക്ക് ആ പടം ബോക്സ് ഓഫീസിൽ ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയോ ഇല്ലയോ അതൊന്നും എന്താ പറയുക, അതിനൊക്കെ അപ്പുറം ആ സിനിമയ്ക്കൊരു ലൈഫുണ്ട്, അതവിടെ നിന്നോളും. നമ്മുടെ സൂപ്പർ ഹിറ്റായ പല പടങ്ങളും ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പടങ്ങളടക്കം കുറച്ച് നാൾ കഴിയുമ്പോൾ ആൾക്കാർ സംസാരിക്കില്ല, തങ്കത്തിനെ പറ്റി ആൾക്കാർ സംസാരിക്കും. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമുള്ള. ഞാൻ അഭിനയിച്ച പടത്തിൽ ഞാൻ ഏറ്റവും ആസ്വദിച്ച് കണ്ട പടം തങ്കമാണ്. പക്ഷേ ഞാനത് അഭിനയിക്കുമ്പോൾ യാതൊരു എഫേർട്ടും എടുത്തിട്ടില്ല. എനിക്ക് ഇപ്പോൾ വിശാൽ പറഞ്ഞില്ലേ ഭയങ്കര ലേഡായിട്ട് ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടേ അല്ല ചെയ്ത്. ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്താ പറയുക, കോയമ്പത്തൂർ എവിടെയാണ് നല്ല ഫുഡ് കിട്ടാൻ നോക്കിയിട്ട് പോയി. ഇടയ്ക്ക് ബിജുവേട്ടൻ്റെ സീൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പോവും, അഭിനയിച്ചിട്ട് വരും. ശ്യാമും അറാഫത്തും അവരൊക്കെ കൂടിയിട്ട് ആലോചിച്ചതിൻ്റെ ഒരു റിസൾട്ടാണത്. എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു തങ്കം. പക്ഷെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഓഫ് ഓൾ ദ ഫിലിംസ് ദാറ്റ് ഐ ഹാവ് ആക്ടഡ്. ഓക്കെ വിനീതേട്ടാ, ലുക്കിംഗ് ഫോർവേഡ്. താങ്ക് യു ലുക്കിംഗ് ഫോർവേഡ് അല്ലേ. ഇത്രയും അടിപൊളി ഡയറക്ടർ അല്ലേ, 40 ദിവസത്തിൽ സിനിമ എടുത്ത വളരെ നന്ദിയുണ്ട്. എത്ര ദിവസത്തിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പടം ഓടണം. താങ്ക്സ് സോ മച്ച്. താങ്ക് യു